ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ലോക്കൽ ഹോസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറോ ബാക്ക് എൻഡ് ഡെവലപ്പറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും എപ്പോഴും ലോക്കൽ ഹോസ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 127.0.0.1 എന്ന് പറയുന്ന ഐ പിയിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു റിസർവ്ഡ് ഡൊമെയിൻ നെയിം ആണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഐ പി അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്യാനുള്ള ഒരു റിസർവ്ഡ് ഡൊമെയിൻ നെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനും മാത്രമല്ല ഉള്ളത്. നമ്മളുടെ മൊബൈൽ ഡിവൈസുകള്, IoT ഡിവൈസുകള്, ഐപാഡ്സ്, റൗട്ടേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഈ ലോക്കൽ ഹോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ലോക്കൽ ഹോസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് നമ്മൾ ഇപ്പം ഗൂഗിൾ.com ആണ് ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പം ബ്രൗസർ വന്നു. ബ്രൗസറിനകത്ത് നമ്മൾ ഗൂഗിൾ.com എന്ന് പറയുന്ന ഡൊമൈൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും DNS യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ IP അഡ്രസ്സ് ലുക്കപ്പ് ചെയ്തെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ.com എന്ന് പറയുന്ന ഈ ഡൊമൈൻ ഏത് IP-ലോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടാണ് നമ്മളുടെ റിക്വസ്റ്റ് പോകുന്നത്. അവിടുന്ന് റെസ്പോൺസ് വന്നിട്ട് നമ്മളുടെ സെർവറിൽ ഈ സാധനം ലോഡ് ആവും. ഓക്കെ, ഇപ്പം ഇപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ ഈ ലോക്കൽ ഹോസ്റ്റ് ഒരു ഡൊമൈൻ നെയിം ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ആ ഡൊമൈൻ നെയിം പോയിന്റ് ചെയ്തേക്കുന്നത് 127.0.0.1 എന്ന് പറയുന്ന IP-ലോട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അത് നമ്മുടെ ഈ പാത്തിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് സിസ്റ്റം 32 ഡ്രൈവേഴ്സ് ETC ഹോസ്റ്റ് എന്ന് പറയുന്ന പാത്തിലായിരിക്കും നമ്മളുടെ ഇപ്പം ആ IP-ലോട്ട് നമ്മളുടെ ലോക്കൽ ഹോസ്റ്റിനെ പോയിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ലുക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു വേർഡും കൂടെ ആഡ് ചെയ്യണം. അപ്പം എൻ്റെ പേര് തോമസ്. ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലോക്കൽ ഹോസ്റ്റ് പോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് അത് മോഡിഫൈ ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പാത്തായിരിക്കും. മാക്OS ആണെന്നുണ്ടെങ്കിലും ലിനക്സ് പോലെ തന്നെ ആ സെയിം പാത്തായിരിക്കും. ഓക്കെ, അപ്പം ഈ ലോക്കൽ ഹോസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ 127.0.0.1 എന്ന് പറയുന്ന IP-ലോട്ടായിരിക്കും പോയിന്റ് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ആ പോയിന്റ് ചെയ്തേക്കുന്ന ആ IP റെഫറൻസ് ചെയ്യുന്നത് ലൂപ്പ് ബൈക്ക് ഇന്റർഫേസിനെയാണ്. ഈ ലൂപ്പ് ബൈക്ക് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിർച്വൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണ്. ഓക്കെ, അപ്പം ആ വിർച്വൽ നെറ്റ്വർക്ക് ഇന്റർഫേസിലോട്ട് സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് വെളിയിലോട്ടൊന്നും പോകേണ്ട റിക്വസ്റ്റ് അല്ല, എന്റെ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട റിക്വസ്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് വരുന്ന ഈ IP-ലോട്ട് ലൂപ്പ് ബൈക്ക് ഇന്റർഫേസ് ആണെന്നത് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും അറിയാം ഇത് സിസ്റ്റത്തിന് വെളിയിലല്ല, എന്റെ സിസ്റ്റത്തിന് അകത്ത് തന്നെ ഉള്ളൊരു പോർട്ട് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്റെ സിസ്റ്റത്തിന് അകത്ത് തന്നെ ഉള്ളൊരു റിക്വസ്റ്റ് ആണ്. അത് ഇതിന്റെ അകത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ ലോക്കൽ വെബ് സെർവർ യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് ബ്രൗസറിന് തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സിസ്റ്റത്തിന് തന്നെ അറിയാം. ബേസിക്കലി നമ്മൾ ഈ ആഹ്, എന്താ പറയുക, ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന വേർഡോ അല്ലെങ്കിൽ IP യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റത്തിന് അറിയാം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനോട് തന്നെയാണ് ടോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന് ഈ റെഫറൻസ് ഉള്ളതുകൊണ്ട് ലൂപ്പ് ബാക്ക് ഇന്റർഫേസിലോട്ട് റെഫറൻസ് ചെയ്തേക്കുന്നതുകൊണ്ട് സിസ്റ്റത്തിന് ആ കാര്യം മനസ്സിലാവും. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ ആ റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ the loopback interface is a virtual network interface inside your computer. It is not connected to any physical hardware like Wi-Fi or Ethernet. Instead, it's a software-based interface that your system uses to talk to itself. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വേറെ വൈഫൈയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട്, വെളിയിലോട്ടുള്ള റിക്വസ്റ്റ് അല്ലെന്ന് നമ്മുടെ സിസ്റ്റത്തിന് ഓൾറെഡി തന്നെ മനസ്സിലായി. അപ്പം നമ്മളുടെ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നും സിസ്റ്റത്തിന് മനസ്സിലാവും. ഓക്കെ, അപ്പം അതിന്റെ മെയിൻ റീസൺ ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ആണ്. ഈ 127.0.0.1 എന്ന് പറയുന്ന IP പോയിന്റ് ചെയ്തേക്കുന്നത് ലൂപ്പ് ബാക്ക് ഇന്റർഫേസിലോട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നോക്കി നോക്കിയാലോ. ഇപ്പൊ ഞാൻ ഒരു സി ഡ്രൈവ് നമ്മൾ ആ വീഡിയോയിൽ കണ്ട സെയിം പാത്ത് തന്നെ സി ഡ്രൈവ് വന്നു. വിൻഡോസിൽ കയറി, വിൻഡോസിന്റെ അകത്ത് നമുക്ക് വേണ്ട സിസ്റ്റം 32 ആണ്. സിസ്റ്റം 32 കയറി, അത് കഴിഞ്ഞിട്ട് സിസ്റ്റം 32ന്റെ അകത്ത് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ, ഡ്രൈവേഴ്സിന്റെ അകത്ത് ETCക്കായിട്ട് ഹോസ്റ്റ് എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണത്തില്ല, ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. ഇപ്പൊ ഈ തോമസ് എന്ന് പറയുന്നത് ഈ ലോക്കൽ ഹോസ്റ്റിന്റെ കൂടെ തന്നെ തോമസ് മൈ ആപ്സ് ഇനി ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാൻ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്ന വേർഡും നിങ്ങൾ ആഡ് ചെയ്യുന്ന എന്ത് വേർഡാണോ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.